നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് EV ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട മാറ്റം ഇതിൽ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന പോലെ ഏറ്റവും പുതിയൊരു ബാറ്ററി പാക്ക് വന്നിരിക്കുകയാണ്. അതായത് 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു റിയൽ വേൾഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 355, അതായത് നിങ്ങൾ സാധാരണഗതിയിൽ ഓടിച്ചാൽ കിട്ടാവുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 355 ആണെങ്കിലും 468 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ മര്യാദയ്ക്ക് ഓടിച്ചാൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ റേഞ്ച് കിട്ടിയേക്കാം. അപ്പോൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന ടാറ്റ പഞ്ച് EVയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ മാറ്റങ്ങൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം മുൻഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഫുൾ ബ്ലാക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു, എടുത്താൽ കളഞ്ഞു. തന്നെയല്ല, ഇവിടെ ഒരു കണക്റ്റഡ് LED ലാമ്പ് ഉണ്ടായിരുന്നു, LED ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു പഴയ ലുക്കാണ് ഇഷ്ടം. ഇതിപ്പോൾ മുൻഭാഗത്തൊരല്പം നഗ്നത വെളിപ്പെട്ടതുപോലുള്ള ഒരു സംഭവമായിപ്പോയി. എന്തായാലും അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഭംഗിയായിരുന്നു തോന്നുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് വില ഒരല്പം കുറച്ചു എന്നുള്ളതാണ്. മറ്റ് പല കാര്യങ്ങളും ആഡ് ചെയ്തെങ്കിലും വില ഒരല്പം കുറഞ്ഞിട്ട് ഇപ്പം 9.69 ലാക്സിലാണ്, 9,69,000 രൂപയിലാണ് ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത്. അത് 30 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലാണ്. ഈ ടോപ്പിൻ്റെ മോഡലിൻ്റെ വില 12,59,000 രൂപയാണ്. ഇപ്പോഴൊരു പ്രസൻറ്റേഷനിൽ അവർ പറയുമായിരുന്നു, ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന പാസഞ്ചർ വെഹിക്കിളുകളിൽ ഒരു വലിയ ശതമാനം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള വാഹനങ്ങളാണ്. അതിലേക്ക് ഒരു EV പെനിട്രേഷൻ വരട്ടെ എന്നാണ് ടാറ്റ മോട്ടോഴ്സ് ആഗ്രഹിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഇത് സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയധികം ആധുനികമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് EVയെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രധാനപ്പെട്ട ഒരു ഭാഗം മുൻഭാഗത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന അതാണെന്ന് പറയാം. ഇവിടെ ഒരു ക്യാമറ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഞാൻ പറഞ്ഞത് ശരിയല്ല, ഇവിടെ ഇങ്ങനെ വളരെ പ്ലെയിൻ ആയതുപോലെ തോന്നും. പക്ഷേ മറ്റു പല കാര്യങ്ങളും മുൻപന്തിയിലാണ്. ഇപ്പോൾ ഇവിടെ LED ഹെഡ്ലാമ്പാണ് കാണുന്നതെന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത്, നിങ്ങളിത് ഹൈ ബീമിൽ തന്നെ ഓടിക്കാതിരിക്കട്ടെ. പലപ്പോഴും പലരും ഈ ഹൈ ബീം എന്ന് പറയുന്ന സാധനം മാറ്റിയിട്ട് ലോ ബീം ആക്കാൻ ശ്രമിക്കാറില്ല. പലരും അതങ്ങനെ ഹൈ ബീമിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറച്ച് ദൂരം, അതായത് അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ ആ വാഹനം നമ്മളിന്ന് അലേർട്ട് ചെയ്യും. നിങ്ങൾ ഹൈ ബീമിലാണ് ഓടിക്കുന്നത്, മര്യാദയ്ക്ക് ഒന്ന് ലോ ബീം ആക്കാമോ ഒരു അലേർട്ട് വരും. ആ ഒരു അലേർട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. എന്ന് തന്നെയുമല്ല, ഇതിനൊരു ഫോഗ് ലാമ്പ്, താഴെ കാണുന്ന ഈ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് LED ആണ്. അതിന് കോർണർ എബിലിറ്റി കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു അല്പം തിരിയും, നമ്മൾ സ്റ്റിയറിംഗ് തിരിയുമ്പോൾ അതോടൊപ്പം അല്പം തിരിയുന്ന കോർണർ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. ഇവിടെ ഒരു ചെറിയ എയർ സ്കൂപ്പാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്ത് ക്ലാഡിംഗ് എന്ന് പറയുന്ന എല്ലാം തന്നെ ആഷ് നിറത്തിലാക്കി, ഫുൾ ബ്ലാക്ക് എല്ലാം എന്നുള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഈ നിറത്തോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല രസമുള്ള എലമെൻസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് വലിയൊരു എയർ ഡാം ഉണ്ട്. ഇവിടെയൊക്കെ ഒരു എയർ ഡാമാണ്. അപ്പോൾ എയർ പാസിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഫ്രീ ആയിട്ടുള്ള എയർ പാസിംഗ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെയാണ് ഇത് ചാർജ് ചെയ്യാവുന്നത്. ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 80% ചാർജ് ആകാൻ 26 മിനിറ്റ്സ് മതി ഫാസ്റ്റ് ചാർജിങ്ങിൽ. എന്ന് തന്നെയല്ല, നിങ്ങൾ 15 മിനിറ്റ് ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 135 കിലോമീറ്റർ ഓടാനുള്ള സംഭവം കിട്ടും. എന്ന് പറഞ്ഞാൽ വളരെ ദൂരം ഓടിച്ച് പോകാം, വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാം. ഒരു ചായ കുടിച്ചാൽ വേണം, ഒരു ഉഴുന്നോടെ കൂടെ കഴിച്ചു, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാഹനം 135 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കിട്ടും. എന്തായാലും വളരെ ഭംഗിയുള്ള ബോണറ്റ്. അത് പ്ലെയിൻ ആണെങ്കിൽ പോലും സൈഡിലൊക്കെ ആ ഒരു എലമെൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ LED ലൈറ്റ് ഇവിടെ വരെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് മുൻഭാഗത്തിൻ്റെ ഒരു കാര്യം. മുൻഭാഗത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ആഷ് നിറമാണ്. ഇത് തീർച്ചയായിട്ടും ഫുൾ ബ്ലാക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പുണ്ട്, അതിനെ ഒന്ന് ഒഴിവാക്കി കിട്ടും ഈ ഒരു ആഷ് നിറത്തിലേക്ക് വരുമ്പോൾ. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ താഴേക്കുള്ള മോഡലുകളിൽ 15 ഇഞ്ചാണെന്ന് മാത്രമല്ല, ഇത് അലോയ് വീലല്ല അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് പക്ഷേ നല്ല ഭംഗിയുള്ള അലോയാണ്, വളരെ ഓപ്പൺ ആണെന്ന് പറയാം. ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഫ്രീ സ്പേസ് ഉണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റീൽ ഫിനിഷും വീണ്ടും ആഷ് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ടാറ്റ.EV എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ്, ആ ഒരു നീല നിറമാണല്ലോ ടാറ്റയുടെ, അതാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ക്ലാഡിങ് പിൻഭാഗത്തേക്ക് ആ ഒരു ആഷ് നിറത്തിൽ തുടരുന്നുണ്ട്. ഇതൊരു ടോപ്പിൻ്റെ മോഡലിൽ ഇതിന് ഒരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത്, ഫുൾ ബ്ലാക്ക് ഇവിടെ. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ഒരു റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സിനും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൽ ടേൺ ഇൻഡിക്കേറ്ററും ഇവിടെ ക്യാമറയും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല. ഈ ക്ലാഡിങ്ങിൻ്റെ നിറം മാറിയപ്പോൾ ഉള്ള ഒരു വലിയ വ്യത്യാസം തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്, അതുപോലെ തന്നെ ഡീഫോഗർ, അതുപോലെ വൈപ്പർ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണക്റ്റഡ് LED അതേപടി തുടരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. മറ്റൊരു എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ഒരു ലോഗോയിൽ, ഈ ഒരു ഇലുമിനേറ്റഡ് ലോഗോ, അതിൽ വൈറ്റ് ഒരു നിറമാണ് അതിൽ വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ആഷ് നിറം ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആഷ് നിറം തന്നെയാണ് ഈ ഒരു ക്ലാഡിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് മാറ്റമൊന്നുമില്ല. ബൂട്ട് സ്പേസ് മോശമല്ലാത്ത ബൂട്ട് സ്പേസ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് നമുക്ക് ഇരട്ടത്ത് കാണാൻ പറ്റുന്നുണ്ട് അറിഞ്ഞൂടെ. എന്തായാലും ഒരു ചെറിയ ഫാമിലിക്ക് തീർച്ചയായിട്ടും പറ്റുന്ന അത്രയും ബൂട്ട് സ്പേസ്. അതിന് ഇത്തിരി ഡീപ്പുമാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയുന്നത്. അപ്പം എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുൻഭാഗത്തെ ആ ഒരു കറുത്ത ലൈൻ പോയപ്പോൾ ഉണ്ടായ ഒരു മാറ്റം. ആ മാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയുക. കാരണം അതൊരു നല്ലൊരു ക്യാരക്ടർ ലൈനായിരുന്നു. അത് നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും എനിക്കിഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. ഇൻറ്റീരിയറിൽ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്.
അല്പം വില കുറഞ്ഞ വാഹനങ്ങളിൽ അത്രയധികം ഒന്നും കാര്യങ്ങൾ വേണ്ട എന്നൊരു പഴയ തോന്നലുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കമേഴ്ഷ്യൽ വാഹനങ്ങളും അത് മാറി. അതായത് ട്രക്കുകളും അതുപോലെ ഓട്ടോറിക്ഷ പോലും നമ്മൾ പടുത്താലത്ത് കണ്ടു. മഹീന്ദ്രയുടെ ഓട്ടോറിക്ഷയൊക്കെ വളരെ പ്രീമിയം ലുക്കായി. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്ത്. എങ്കിലും എടുത്ത് നിൽക്കുന്നത് ഈ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അതിൻ്റെ ഈ ഒരു ഗ്രാഫിക്സ് നല്ല രസമാണ്. കളേഴ്സും അതായത് ഒരു കണ്ടില്ലേ ഒരു ഗ്രീൻ നിറം വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഫോൺ കണക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പിളൊക്കെ വയർലെസ് ആയിട്ടുണ്ട്. അലക്സ ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്, പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്ലൈമറ്റ് കൺട്രോളൊക്കെ അതിൽ ചെയ്യാം. EV മോഡിലുള്ള പല കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും. ട്രിപ്പ് ഇൻഫോ പോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ കാണാൻ സാധിക്കും. പിന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. അതും ഈ പറഞ്ഞ ഒരു പ്രീമിയം സംഭവം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിലെന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് റിമോട്ടായിട്ട് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ AC ഓൺ ചെയ്യുകയും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും. അതൊക്കെ പിന്നെ ഇപ്പം മിക്ക വാഹനങ്ങളുള്ളതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാം. അതിലാണ് ക്ലൈമറ്റ് കൺട്രോളിലെ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 360 ഡിഗ്രി ക്യാമറ, അതും മോശമല്ലാത്ത ഒരു ക്യാമറ കൊടുത്തിരിക്കുന്നു. പിന്നെ ഉള്ളത് ഇവിടെ വയർലെസ് ചാർജിങ്, അതുപോലെ ഇവിടെ 2 ചാർജിങ് പോർട്ടുകൾ, അത് C ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ. നല്ല നിർമ്മാണ നിലവാരം തോന്നുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയാണ് ഡ്രൈവ് സെലക്ടർ, അത് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവ് മോഡുകൾ എന്ന് പറയുമ്പോൾ സ്പോർട്ട് മോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഇത് സ്പോർട്ട് മോഡിൻ്റെ തന്നെയാണ്. ഇതിലേക്ക് വരുമ്പോഴാണ് ഇക്കോ മോഡ് വരുന്നത്. അങ്ങനെ 3 മോഡുകളാണ് ഇതിലുള്ളത്. ഇക്കോണമി ഡ്രൈവ് മോഡാണ് ഇവിടെ കാണുന്നത്. 3 മോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, പിന്നെ ഓട്ടോ ഹോൾഡ്, ഇതാണ് കീ, പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കേട്ടോ, സ്റ്റോറേജ് സ്പേസ്, അത്രയും കാര്യങ്ങളാണ് കൺസോളിൽ കാണുന്നത്. ഇവിടെ വെന്റിലേറ്റർ സീറ്റാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. എങ്കിൽ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റൊക്കെ നന്നായിട്ട് ഉയർത്തി വയ്ക്കാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീലിനും നമുക്ക് ഈ ഒരു ഹൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് കൊടുത്തിട്ടുണ്ട്. പനോരമിക് സൺറൂഫ് അല്ല, സിംഗിൾ പെൻ സൺറൂഫാണ്. അത് നിങ്ങൾക്ക് പക്ഷേ അത് ഓപ്പൺ ചെയ്യാവുന്ന സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അത് കൊള്ളാം, അതും മോശമല്ലാത്തൊരു കാര്യമാണ്. എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു നല്ല കുഷനിങ്ങുള്ള ഈ സീറ്റിൻ്റെ കാര്യത്തിലായാലും ഇത് ഈ സെഗ്മെൻറ്റിൽ എല്ലാവരെയും കവച്ച് വയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. AC വെൻറ്റുകളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള രീതിയിലാണ്, അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ടാറ്റയുടെ പല വാഹനങ്ങളിലും കാണുന്ന പോലെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്, അതിൽ ഈ ഒരു സ്റ്റീൽ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വോയിസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോയുടെയൊക്കെ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ പാഡ് ഷിഫ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രേക്കിംഗ് അങ്ങനെ കൂടിയ ബ്രേക്കിംഗ്, കുറഞ്ഞ ബ്രേക്കിംഗ്, അങ്ങനെയൊക്കെ ബ്രേക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യുകയും കൂടുതൽ റേഞ്ച് കിട്ടുകയും ചെയ്യും. വളരെ വലിയ ഒരു സ്ക്രീൻ അവിടെയുണ്ട്. പിന്നെ അതിന് നല്ല കളേഴ്സും നല്ല ഗ്രാഫിക്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മുൻഭാഗത്ത് ഇരുന്നുകൊണ്ട് പറയാനുള്ളത് തോന്നുന്നു. ഡോർ പാഡ് ഇവിടെ കാണാം. ഡോർ പാഡിൽ 2 ബോട്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിർമ്മാണ നിലവാരം എനിക്ക് തോന്നുന്നു വളരെ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഇട്ടൊരു വാഹനമാണ്. അതേപടി നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി പിൻഭാഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഗംഭീരമായ തൈ സപ്പോർട്ടാണ്. അതായത് വളരെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു എൻഡ് കാരണം നമുക്ക് സുഖമായിട്ട് കാല് വെച്ചിരിക്കാം. നല്ലൊരു ആംബ്രസ്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 15 വാട്ട് ചാർജർ കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു മൊബൈൽ സൂക്ഷിക്കാവുന്നൊരു സ്ഥലം കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് ഏറ്റവും പിന്നിലേക്കാണ് ഞാൻ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും എനിക്കിവിടെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് മുന്നിലേക്കും, അപ്പോൾ നിങ്ങൾക്ക് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. തന്നെയല്ല വളരെ ഫ്ലാറ്റാണ്, ഫ്ലോർ എന്നുള്ളതുകൊണ്ട് സുഖമായിട്ട് കാല് വെച്ചിരിക്കാം. പിന്നെ AC ഒന്നും കൊടുത്തിട്ടില്ല, എങ്കിൽ പോലും മോശമല്ലാത്ത ഒരു AC ഉണ്ടാകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോശമാകാൻ സാധ്യതയില്ല. ഡോർ പാഡിൽ വീണ്ടും ഒരു ബോട്ടിലേക്ക് വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. വിൻഡോ ലൈനൊക്കെ അല്പം താഴ്ന്നതുകൊണ്ട് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. തന്നെയല്ല വളരെ ഭംഗിയുള്ള കളേഴ്സാണ്. ഈ ഒരു ആഷ് നിറമാണെങ്കിലും വൈറ്റ് ആണെങ്കിലും റൂഫിലെ വൈറ്റും എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും ഒരു EVയുടെ ഇൻറ്റീരിയർ എന്താണോ അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കെന്നാൽ പുറത്ത് നിന്ന് നമുക്ക് സൈൻ ഓഫ് ചെയ്യാൻ, കാരണം 15 മിനിറ്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വില 9.69 ലാക്സിലാണ് ആരംഭിക്കുന്നത്. 12.59 ലാക്സ് വരെയാണ്. അതാണ് ഈ ടോപ്പ് എൻഡ് മോഡൽ. പക്ഷേ നിങ്ങൾക്ക് 30 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് മതിയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. 9.69. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ബാറ്ററിയുടെ ലൈഫ് എന്ന് ചോദിച്ചാൽ, ലൈഫ് ലോങ് വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. എന്ന് തന്നെയുമല്ല, നിങ്ങൾക്ക് ടാറ്റയുടെ തന്നെ ചാർജിങ് ഹബ്സ് ഉണ്ട്. അവിടെ നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25%
ചാർജിങ് താരിഫിൽ ഇളവ് കിട്ടുകയും ചെയ്യും. നമ്മൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. വീട്ടിലേക്ക് എന്തായാലും ഒരു ഹോം ചാർജർ തരുന്നുണ്ട്. അപ്പോൾ 65 കിലോവാട്ടിൻ്റെ ചാർജിൽ വരെ ചാർജ് ചെയ്യാവുന്ന ഒരു ഗംഭീര വാഹനമാണ് ഇപ്പോൾ ഈ കുഞ്ഞു വാഹനം ടാറ്റ നമുക്ക് തന്നിരിക്കുന്നത്. ആ കാര്യത്തിൽ ടാറ്റ അഭിനന്ദിച്ചേ പറ്റൂ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് വിശദമായൊരു ടെസ്റ്റ് ഡ്രൈവ്, അത് കേരളത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്ന മീഡിയ ഡ്രൈവ് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് വിശദമായി ഓടിച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത്രയൊക്കെയല്ലേ പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി, ബൈ.